നാം എന്താണ് കേൾക്കുന്നത് അതാണ് നമ്മുടെ ഭാവിയെ നിർണ്ണയിക്കുന്നത്. ലൂക്കോസ് ചെയ്ത സുവിശേഷം 1-46 വാക്യത്തിൽ ദൈവത്തിൻ്റെ വചനത്തിൽ ഇപ്രകാരം കാണാൻ പറ്റും: കർത്താവ് തന്നോട് അരുളി ചെയ്തത് നിവർത്തിയുണ്ടാകും എന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. അതെ, മറിയ ദൈവം പറഞ്ഞ കാര്യം അവൾ പൂർണ്ണമായി വിശ്വസിച്ചു. കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കുമെന്നുള്ള ദൈവിക വാഗ്ദത്തത്തിൻ്റെ നിവർത്തിയെ അവൾ പൂർണ്ണമായും വിശ്വസിക്കാനിടയായിത്തീർന്നു. അത് അവളുടെ ഭാവിയെ അതിമനോഹരമാക്കി മാറ്റി. അതേ പ്രിയ സഹോദരങ്ങളെ, മനുഷ്യർ പറയുന്നതല്ല നമ്മൾ കേൾക്കേണ്ടത്. നമ്മുടെ ചുറ്റും പാർക്കുന്നവർ പറയുന്നത് പലപ്പോഴും നമ്മളെ ഡിപ്രഷനിലോട്ട് കൊണ്ടുപോകും, നമ്മളെ വളരെ വിഷമത്തിലോട്ട് കൊണ്ടുപോകും. നമ്മുടെ വിഷമത്തോട് വിഷമം പലപ്പോഴും കൂട്ടുവാനിടയായിത്തീരും. എന്നാൽ ദൈവം പറയുന്നത് ദൈവത്തിൻ്റെ വചനത്തിലൂടെ, ദൈവിക മനുഷ്യരിലൂടെ കേൾക്കുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതം ഏറ്റവും അനുഗ്രഹമായി തീരും.